Hi, welcome to my YouTube channel Learn with Nihala. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാറ്റ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പിക്ചർ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് നോക്കാം. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ന്യൂമറിക്, ഡിക്ഷണറി, ബൂളിയൻ, സെറ്റ്, സീക്വൻസ് ടൈപ്പ്. ന്യൂമറിക്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് വീണ്ടും വരുന്നുണ്ട്. ഇൻറ്റിജർ, കോംപ്ലക്സ് നമ്പർ, ഫ്ലോട്ട്. സീക്വൻസ് ടൈപ്പിലും വരുന്നുണ്ട്. സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ ന്യൂമറിക് ഡാറ്റ ടൈപ്സ് എന്താ നോക്കാം. ഡാറ്റനെ ഒരു ന്യൂമറിക് വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. അതിൽ വരുന്നതാണ് ഇൻറ്റിജേഴ്സ്, ഫ്ലോട്ട്, അതേപോലെ കോംപ്ലക്സ് നമ്പർ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ അല്ലെങ്കിൽ സീറോ ആയ ഒരു നമ്പറിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. അതൊരിക്കലും ഫ്ലോട്ട് നമ്പർ ആവില്ല, അതായത് ഡെസിമൽ പോയിന്റിലെ നമ്പർ ആവില്ല. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ 5, -6, 0 ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ നെക്സ്റ്റ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റിലെ നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിലെ ഒരു നമ്പറിനെയാണ് ഫ്ലോട്ട് എന്ന് പറയാം. അതായത് 5.9 ഇതൊക്കെ ഒരു ഫ്ലോട്ടിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2+3j നോക്കുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അതായത് അതിനൊരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സീക്വൻസ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ. സീക്വൻസ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ സിമിലർ ഡാറ്റ ടൈപ്സിനെയാണ് സീക്വൻസ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ. നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് സ്ട്രിങ് എന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും അതിൻ്റെ ഇൻഡെക്സിങ്ങും അതേപോലെ ഓർഡേർഡ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം താങ്ക് യു.